ഒരിക്കലും ഒരു ഹോം മീറ്റിങ്ങിന് വേണ്ടി ആ മാഡത്തിന്റെ വീട്ടിൽ പോയപ്പോ, നമ്മൾ പ്രിയങ്കരിയായ ദിവ്യ മാഡത്തിന്റെ വീട്ടിൽ ഹോം മീറ്റിങ്ങിന് വേണ്ടി പോയപ്പോ, ആ ഹോം മീറ്റിങ്ങിൽ അവിടെ സെർവ് ചെയ്തൊരു ഭക്ഷണമാണ് മില്ലറ്റ് കൊണ്ടുള്ള ഒരു ബിരിയാണി. ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ദിവ്യലത മാഡം എന്നോട് പറഞ്ഞു, ഓക്കെ, ഇന്ന് ഞാൻ മീറ്റിങ്ങിൽ അത് അവതരിപ്പിക്കാം. സോ ഞാൻ കാത്തിരിക്കുകയാണ്. ദിവ്യലത മാഡം, പ്ലീസ് ഷെയർ ദ റെസിപ്പി ഓഫ് ദാറ്റ് ബിരിയാണി. ഓക്കെ സർ, അത് പറയാം. ഓക്കെ. ഹലോ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അത് പറയാം. നമുക്ക് വാങ്ങുന്ന ഏത് മില്ലറ്റ് കൊണ്ടും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. സാധാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഒരുവിധം എല്ലാ മില്ലറ്റിനെ കൊണ്ടും ഉണ്ടാക്കി കഴിഞ്ഞു. ചാമ കൊണ്ട് ഉണ്ടാക്കി, പിന്നെ ബജ്റ കൊണ്ട് ഉണ്ടാക്കി, വരക് കൊണ്ട് ഉണ്ടാക്കി, കുതിരവാലി കൊണ്ട് ഉണ്ടാക്കി, ബ്രൗൺ ടോപ്പിനെ കൊണ്ട് ഉണ്ടാക്കി, അങ്ങനെ എല്ലാത്തിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഒന്നും നമുക്ക് ഒരു കുറ്റം പറയാനായിട്ടുള്ളത് ഇല്ല. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പൊ അത് നമ്മള് സാധാ ഇതുപോലെ ഏത് പാത്രത്തിലാണോ നമ്മൾ ആ ധാന്യം എടുക്കുന്നത് അതിന്റെ ഡബിള് വെള്ളം എടുക്കണം. വെള്ളം എടുത്തിട്ട് അത് വേവിച്ചു. അത് വേവിക്കുമ്പോൾ കുറച്ച് നെയ്യ്, അതായത് കൂടുതൽ വേണ്ട, ഒരു അര സ്പൂണൊക്കെ മതി. നെയ്യ് എടുത്ത് അത് വേവിച്ച് വെക്കുക, ഉപ്പ് കൂടി ഇട്ടിട്ട്. വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കല് കാബേജ്, പിന്നെ ബീൻസ്, ക്യാരറ്റ്, കാപ്സിക്കോ, ഇതാണ് എടുക്കാറ് ഞാൻ. പിന്നെ നമ്മള് കുറച്ച് സോയാബോള് വറുത്ത് കോരിയിടും. അത് സോയാബോള് നമ്മൾ നല്ല പോലെ കഴുകി വേവിച്ച് മുറിച്ചെടുത്തിട്ട് അത് ഒന്ന് വറുത്ത് കോരിയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ നമ്മളെ പച്ച ഗ്രീൻ പീസ്, ഇതൊന്നും ഇല്ലെങ്കിലും വെറും ക്യാരറ്റ്, കാബേജും ബീൻസും മതി. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അതാദ്യം വേവിച്ച് വെക്കുക. അതിൽ കുറച്ച് നമ്മളെ കറുകപ്പട്ട, കുറച്ച് നമ്മളെ ഗ്രാമ്പൂ, കുറച്ച് പെരിഞ്ജീരകം. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് ബിരിയാണി കൂട്ടിന്റെ തന്നെ വാങ്ങട്ടോ. ഇല്ല, അത് വാങ്ങാൻ ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ 3 കുറച്ച് കുരുമുളകും അതും കൂടി ഇട്ട് പച്ചക്കറികൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ വേവിക്കാൻ നോക്കണം, ചെറിയ തീയിൽ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ഈ ബിരിയാണിയുടെ അരി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി, കുറച്ച് മുന്തിരി എല്ലാം കൂടി നമുക്ക് ഇതാക്കിയിട്ട് വറുത്തിട്ട് ഇതിലേക്ക് ഇടാം. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഉള്ളത് നമുക്ക് ഇതിന് സോയാബോളിന്റെ കറി ഉണ്ടാക്കാം. സോയാബോൾ വേവിച്ച് വെച്ചു. അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, വേപ്പില, പിന്നെ ഈ ഗരം മസാല, ഇതും കൂടി ഇട്ടിട്ട് അടച്ചു, തക്കാളി, അതും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് അതും ഇതേപോലെ കഴിയുന്നതും വെള്ളമില്ലാതെ വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. തക്കാളി തന്നെ നമുക്ക് വെള്ളം വരും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് മാറും. അതിൻ്റെ കൂടെ നമ്മളെ എംഫിറ്റ് എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. ഈ എംഫിറ്റും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു സോയാബോൾ കറിയുമായി ഈ ബിരിയാണി. ഇത് ഉണ്ടാക്കാൻ നമുക്ക് മറ്റുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ശരിക്കും ഒരു 15 മിനിറ്റ് മതി ഇതുണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും ഇപ്പൊ ഞങ്ങൾ ഇവിടെ പോയപ്പോഴും ഞാൻ ഉണ്ടാക്കി. ഗുരുവായൂരിലായിരുന്നു ഈ 10 ദിവസം. അവിടെയും ഒരു ദിവസം നമ്മളെ ബജ്റേനെ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയത് ബിരിയാണി. അപ്പൊ അത് അവിടെയുള്ള സിസ്റ്ററിനും അവിടെ കൊടുത്തവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കല്ലേ എന്ന് ചോദിച്ചു. പിന്നെ കുറെ ആളുകൾക്ക് ഇത് ഈ മില്ലറ്റ് ഉണ്ടാക്കാൻ അറിയാത്തൊരു വിഷമം കൊണ്ടാണ് ഈ മില്ലറ്റിലേക്ക് നമ്മൾ ബാക്കോട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് ഒരു കഞ്ഞി വെക്കുക എന്ന് മാത്രമാണ്. ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുക, അതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുക, പായസം വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ ഇതിനെ കൊണ്ട് പായസം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ. ഇനി ചെന്നിട്ട് വേണം അത് ഉണ്ടാക്കുക. ഇനി എന്നാണോ പോകുന്നത് അന്നേരം. ബിരിയാണി നമുക്ക് നല്ലൊരു തന്നെയാണ്. സോയാബോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും 2 പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം, അച്ചാറുണ്ടെങ്കിലും. അത്രയും നല്ലൊരു സംഭവമാണിത്. ഓക്കെ, താങ്ക് യു. അന്ന് ഈവനിങ്ങിലായിരുന്നു നമ്മൾ ഹോം മീറ്റിംഗ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ആ ബിരിയാണി അവിടെ സെർവ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് തന്നെ കഴിച്ചിരുന്നു. അന്ന് മുതൽ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു മീറ്റിംഗിൽ അതൊന്ന് ഷെയർ ചെയ്താൽ കൂടുതൽ ആൾക്കാർക്ക് അത് ഇൻഫർമേഷൻ ആകുമല്ലോ, അത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. സോ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച
മില്ലറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷ് അതിനെക്കുറിച്ച് നമുക്ക് ഓരോ മീറ്റിംഗിലും നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് പോകാം. ഉറപ്പായിട്ടും അത് വളരെ ഗുണം ചെയ്യും. ആളുകൾക്ക് അത് ഉപയോഗിക്കാനും അതിന്റെ സാധ്യത മനസ്സിലാക്കാനും എല്ലാം പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ എത്തിക്കാം. ഏതായാലും ഈ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് മില്ലറ്റ് ആയിരുന്നു ഏറ്റവും ടേസ്റ്റി ആയിട്ട് മാഡത്തിന് ഫീൽ ചെയ്തത്? അത് നമ്മള് ഈ ചാമയാണ്. ചാമ. ഓക്കെ. ചാമ അന്ന് സാറ് വന്നപ്പോ ചാമയായിരുന്നു ഉണ്ടാക്കിയത്. ഓക്കെ ഓക്കെ അതെ. ഓക്കെ. എല്ലാ മില്ലറ്റിന്റെയും വേവ് ഒരേ രൂപത്തിൽ തന്നെയാണോ? അതെ സർ. ആണ്. ഇപ്പം അതെന്താ വെച്ചാൽ ഒരു മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഓക്കെ ഓക്കെ. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വച്ചതിന് ശേഷമാണ് വേവിക്കേണ്ടത്. അതെ അതെ. അത് വേവിക്കുമ്പോ നമ്മൾ ഉപ്പ് കൂടി ഇടണം കൂടെ. ഓക്കെ. അത് നോർമലി നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നതാണല്ലോ, വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതെ 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 സർ. അതേപോലെ തന്നെയാണ്. നമുക്ക് ഇത് മില്ലറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ആ വെള്ളം ഇപ്പോ 1 ഗ്ലാസ് ചാമ എടുത്തു, 2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നമ്മൾ തിളപ്പിക്കുന്നു. അങ്ങനെ തിളപ്പിക്കുമ്പോൾ വെള്ളം പിന്നെ വാർന്നു കളയോ? വെള്ളം വാർന്നു കളയോ? ഇല്ല, വെള്ളം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ 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 ഓക്കെ. കുക്കറിലാണെങ്കിലും ശരി, ഇനി അല്ലാതെ ചട്ടിയിൽ വെക്കുകയാണെങ്കിലും, ഞാൻ പിന്നെ ചട്ടിയിലാണ് വെക്കല്, മൺചട്ടിയില്. അപ്പൊ അത് ഏതിലാവുമ്പോഴും നമുക്ക് വെള്ളം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. സോ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതിന്റെ വീഡിയോ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ പോലെ ഷെയർ ചെയ്യാം. ഇന്നലെ വീഡിയോ കണ്ട ആൾക്കാരൊന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാമോ? ഇന്നലെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഇന്നലത്തെ സൂമിന്റെ റെക്കോർഡിംഗ് വീഡിയോ കണ്ടിരുന്നു, ഫുള്ളായിട്ട് കണ്ടിരുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഒന്ന് നോക്കാമോ? ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാമോ? ഞാൻ കണ്ടിരുന്നു സർ. കണ്ടിരുന്നു. വേറെ ആരെങ്കിലും? ഞാൻ കണ്ടിരുന്നു സാർ. കണ്ടിരുന്നു. ഓക്കെ. ഞാൻ കണ്ടായിരുന്നു സാറേ. കണ്ടിരുന്നു. അയച്ചു കൊടുത്തിരുന്നു. തീർച്ചയായും. നല്ല കാര്യം. കാണാത്തവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുക. ഒപ്പം തന്നെ ആ വീഡിയോയുടെ താഴെ കമന്റ് രേഖപ്പെടുത്തുന്ന കാര്യം മറക്കരുത്. കാരണം ഒരു വീഡിയോ അത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ താഴെ രേഖപ്പെടുത്തുന്ന കമന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കമന്റിൽ AKFIPL എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ വേണമെങ്കിൽ രേഖപ്പെടുത്താം. ഇതുൾപ്പെടെ ധാരാളം പ്രൊഡക്റ്റുകൾ ഈ കമ്പനി വിറ്റഴിക്കുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ്, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതും രേഖപ്പെടുത്താം. നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് ആ വീഡിയോ കാണുന്നവർക്ക് ഒരു മെസ്സേജ് ആണ്. ആ വീഡിയോയിൽ നിന്ന് ഉറപ്പായിട്ടും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റി എനിക്ക് തുടങ്ങേണ്ടതാണ് എന്ന ചിന്ത വരാൻ അത് ഗുണം ചെയ്യും. ഒപ്പം ആ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, പുതിയ വീഡിയോസ് വരുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കാണാൻ, നമുക്ക് മനസ്സിലാക്കാൻ, അതെല്ലാം ആ സബ്സ്ക്രിപ്ഷൻ നമ്മളെ സഹായിക്കും. ഒരു ബെൽ ഐക്കൺ ഉണ്ട്, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഓരോ വീഡിയോ വരുമ്പോഴും പെട്ടെന്ന് നമുക്ക് അലർട്ട് വരും, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അലർട്ട് വരും, ദേ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, വീണ്ടും ക്ലിക്ക് ചെയ്താൽ അൺസബ്സ്ക്രൈബ്ഡ് ആയി പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്സ്ക്രിപ്ഷൻ, ബെൽ ഐക്കൺ, അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെടുക്കുന്ന ശീലം, ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്ന ശീലം, ഇത് നമ്മൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്താൽ, ഇത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലയിൽ യൂട്യൂബ് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ടോ അവിടെയെല്ലാം ഇത്തരം കമന്റുകൾ ഇടാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും തയ്യാറാണെങ്കിൽ അത്തരം വീഡിയോസിന്റെ പ്രൊമോഷന് അത് സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ മില്ലറ്റുകളും മില്ലറ്റിന്റെ ഉപയോഗങ്ങളും അതിന്റെ വിപണനവുമാണ് നമ്മുടെ ടോപ്പിക്. അച്ചീവേഴ്സ് കിങ്ഡം ഫുഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബംഗാളയിലുള്ള സ്ഥാപനമാണ് നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരുമിച്ച് ചേർത്ത് നിൽക്കുന്നത്. ആ പ്ലാറ്റ്ഫോം നാളെ വ്യാഴാഴ്ച ദിവസം ഒരു 1 ഡേ ഔട്ട് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1 ഡേ ഔട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാം മറന്ന്
എല്ലാ വിഷമതകളും മറന്ന് വളരെ സന്തോഷിക്കാൻ പറ്റുന്ന, ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു അവസരം. അത് പെരിയാറിന്റെ തീരത്ത് തിരുവൈരാണിക്കുളം ക്ഷേത്രം, വിശ്വപ്രസിദ്ധമായ ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ഒരു റിസോർട്ട് പെർമിസിലാണ് നമുക്ക് ആ 1 ഡേ ഔട്ട് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഭക്ഷണവും മറ്റു സംവിധാനങ്ങളും എല്ലാം ഉണ്ടാകും. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇവന്റുകൾ ഉണ്ടാകും. മനോഹരമായ പ്രകൃതിയെ കൃത്യമായി അണിയിച്ചൊരുക്കിയ, മനസ്സിന് കുളിർമയേകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്. 9 മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് 1 ഡേ ഔട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ആ സമയം അത് പരമാവധി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അവിടെ എത്തിയേ പറ്റൂ. സാധാരണ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിൽ എത്തി അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് നമ്മൾ പോകുന്ന ഒരു സ്വഭാവമാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുക. ഇവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെയാണ്. ഇപ്പൊ പെരുമ്പാവൂരിനടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവ്, 5-6 കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ആവശ്യമുള്ളൂ. സോ വരുന്ന വഴി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. പെരുമ്പാവൂരിൽ നിന്ന് പോകുമ്പോൾ KSRTC റൂട്ടിൽ മാറമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് പുതിയ ഒരു പാലമുണ്ട്. മാറമ്പള്ളി തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന് ഫ്രണ്ടിലേക്കുള്ള പാലമുണ്ട്. ആ പാലം കഴിയുമ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് ജസ്റ്റ് ക്ഷേത്രത്തിന്റെ കവാടം കാണുന്ന എൻട്രൻസിൽ തന്നെ ഒരു വലത്തേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയാൽ 1 കിലോമീറ്റർ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ പെർമിസ് കാണാൻ സാധിക്കും. സോ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ബസ്സിലെല്ലാം വരുന്നവർ മാറമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു 50 രൂപയോ 60 രൂപയാണ് ഓട്ടോ കൂലി ആകത്തുള്ളൂ. സോ എവിടെ നിന്ന് വരുന്നവർക്കും വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. മാറമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് പാലം ക്രോസ് ചെയ്ത് നമ്മൾ എത്തുമ്പോൾ തന്നെ ഇടത്തോട്ട് തിരിയുമ്പോൾ ക്ഷേത്രത്തിന്റെ കവാടം കാണാം. അപ്പൊ തന്നെ വലത്തോട്ട് ഒരു വഴിയുണ്ട്. കവാടം കാണുന്ന മൊമെന്റിൽ തന്നെ വലത്തേക്കുള്ള വഴി. വളരെ സിമ്പിൾ ആണ് അത് കണ്ടുപിടിക്കാനായിട്ട്. സോ അതിനുള്ള സംവിധാനങ്ങളും ആസൂത്രണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക. ആർക്കെങ്കിലും ഇനിയും 1 ഡേ ഔട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിനുള്ള ആക്ടിവിറ്റികൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. സോ 1 ഡേ പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സ്, ശരീരം എല്ലാം ഒന്ന് സന്തോഷിപ്പിച്ച് രസകരമായ രൂപത്തിലുള്ള ഒരു ദിവസമാക്കി നമുക്ക് അതിനെ മാറ്റാം. എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്ത് ഒരേ ടെൻഷനോട് മുന്നോട്ട് പോയി ഒരേ മാനസികാവസ്ഥ മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇടയ്ക്ക് ഒരു റിഫ്രഷ്മെന്റ് മനുഷ്യന് ആവശ്യമാണ്, ശരീരത്തിന് ആവശ്യമാണ്. അത് വ്യത്യസ്തമായ തലങ്ങളിലൂടെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആകുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും അത് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. സോ മില്ലറ്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായ ഒരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മെസ്സേജ് ഇത്രമാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ, ജീവിതശൈലി രോഗങ്ങൾ അത് നമ്മളെല്ലാവരും അലട്ടുന്നതിന്റെ കാരണം നമ്മുടെ ജീവിതശൈലിയാണ്. നമ്മുടെ ജീവിതശൈലിയിൽ ഏറ്റവും കൂടുതൽ അപകടാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഭക്ഷണശീലമാണ്. വയറ് നിറച്ചു കഴിക്കുന്ന ഭക്ഷണശീലത്തിലാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. വായിന് രുചിയും വയറ് നിറയലും മാത്രമാണ് ഭക്ഷണശീലത്തിൽ നമ്മൾ ഇപ്പോ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 100% ആൾക്കാരെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ 90% ആൾക്കാരും ആ സ്വഭാവക്കാരാണ്. വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ആ രുചി വൈവിധ്യങ്ങളുടെ പുറകെയാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. അത് നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ദോഷം ചെയ്യുന്നുണ്ട്, ശരീരത്തിൽ അത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ആകെയുള്ളത് ഒരു അസുഖം വരുന്ന സമയത്ത്, ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിന് പരിഹാരം തേടി ഒരു ആശുപത്രിയിൽ പോകുന്ന ഒരു കാലഘട്ടം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏറ്റവും മുന്തിയ ആശുപത്രിയിൽ പോകുന്ന ഒരു സ്വഭാവക്കാരായിട്ട് ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന ആശുപത്രി ബില്ലുകളാണ് പല വീടുകളെയും ഇന്ന് പ്രശ്നത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പരിഹാരം നമ്മുടെ ഭക്ഷണശീലമാണെന്നും ആ ഭക്ഷണശീലത്തിന്റെ കൃത്യത നമ്മൾ കൊണ്ടുവന്നാൽ ഇതിനെല്ലാം പരിഹാരം കാണാൻ പറ്റുമെന്ന ഗുണകരമായ ഒരു മെസ്സേജാണ് AK5 എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഗ്ലൈക്കമിക് ഇൻഡെക്സ് കുറഞ്ഞ, ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കുറഞ്ഞ ഭക്ഷണശീലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നാരുകൾ നിറഞ്ഞ ഭക്ഷണശീലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എല്ലാ പോഷക ഘടകങ്ങളുമുള്ള ഭക്ഷണശീലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഈ മെസ്സേജ് മില്ലറ്റിന്റെ ഉപയോഗത്തിലൂടെ സാധ്യമാകുകയും ചെയ്യും. എന്നാൽ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന എംപ്രോ ഗോൾഡ് പോലുള്ള പ്രൊഡക്റ്റിന്റെ ഉപയോഗത്തിലൂടെ അത് എളുപ്പത്തിൽ സാധ്യമാണ് താനും.
ഇന്ന് എല്ലാവരും എളുപ്പത്തിന്റെ ആൾക്കാരാണ്. വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യവും നടക്കണം, വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കണം. ഇന്നൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ ഇപ്പൊ തന്നെ പരിഹരിക്കപ്പെടണം. അടുത്ത നിമിഷത്തേക്ക് മാറ്റിവെക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു ദിവസം അതിനുവേണ്ടി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇപ്പൊ തന്നെ മാറണം, പെട്ടെന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. സോ ക്യുക്കായ ഈ ലോകത്ത്, ക്യുക്കായ ചിന്താഗതിയിലൂടെ പോകുന്ന സമൂഹത്തിലേക്ക് കാത്തിരിപ്പ് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയായിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. അവിടെയാണ് ക്യുക്കായി അവർക്ക് റെമഡി കിട്ടുന്ന എംപ്രോ ഗോൾഡിന്റെ പ്രാധാന്യമുള്ളത്. വളരെ പെട്ടെന്ന് എംപ്രോ ഗോൾഡിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഉപയോഗത്തിൽ ഏകദേശം 1500 ആളുകളിലൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതും കമ്പനി നിലനിൽക്കുന്ന വെങ്ങോല എന്ന പ്രദേശത്ത് 5-6 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ. അത്രയും ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എംപ്രോ ഗോൾഡിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് കേരളം മുഴുവൻ ചർച്ചാ വിഷയമാകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എംപ്രോ ഗോൾഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എംപ്രോ ഗോൾഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം എംപ്രോ ഗോൾഡിന്റെ ശാസ്ത്രീയമായ ചേരുവ മനുഷ്യ ശരീരത്തിന് ഗുണം ചെയ്യുന്ന രൂപത്തിലാണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആ ചേരുവ, അതിന്റെ സമീകൃത ഭാവം, എല്ലാ പോഷകങ്ങളും ഒരുമിച്ച് വന്നിരിക്കുന്ന ഭാവം, എന്നാൽ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള, അലർജിക് കണ്ടന്റ് വളരെ കുറവുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് മാറുന്ന ഒരു കാര്യം, എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന 2 ഘട്ടമായിട്ട് വേവിച്ച് തയ്യാറാക്കിയ, അതിന്റെ പ്യൂരിറ്റി, അതിന്റെ ശുദ്ധത 100% ഉറപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആ പ്രൊഡക്റ്റ് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും മാറ്റിമറിക്കാൻ ഇതിന്റെ ബിസിനസ് ആശയത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ബിസിനസ് ആശയത്തിന്റെ സാധ്യത നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിന് വേണ്ടി കമ്പനി തയ്യാറാക്കിയിരിക്കുന്നത്. സിമ്പിളായ ആ ബിസിനസ് മോഡൽ എത്ര ബിസിനസ് വോളിയം നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അതിലൂടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ് വോളിയത്തിൽ ഒരു തരി പോലും നമ്മൾ നഷ്ടപ്പെടുത്താതെ 1000 കോടി രൂപയുടെ ടേൺ ഓവർ ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1000 കോടി രൂപയുടെ ടേൺ ഓവറിന്റെയും ഇൻകം നമുക്ക് തരുന്ന രൂപത്തിലാണ് ഇതിന്റെ ബിസിനസ് മോഡൽ ഉള്ളത്. അപ്പൊ നമുക്ക് എത്ര ബിസിനസ് വോളിയം ചെയ്യാൻ സാധിക്കും? എനിക്ക് 1000 രൂപയുടെ ബിസിനസ് വോളിയമാണ് ചെയ്യാൻ സാധിച്ചത്. അതിന് ആനുപാതികമായ വരുമാനം എനിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 10,000 രൂപയുടെ ബിസിനസ് വോളിയം ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതിന് ആനുപാതികമായ വരുമാനം എനിക്ക് കിട്ടും. ഞാൻ 1 ലക്ഷം രൂപയുടെ ബിസിനസ് വോളിയം ഞാൻ ചെയ്തു എങ്കിൽ അതിന് ആനുപാതികമായ വരുമാനം എനിക്ക് ലഭിക്കും. ഞാൻ 10 ലക്ഷം രൂപയുടെ ബിസിനസ് ടേൺ ഓവർ ചെയ്തു, അതിന് ആനുപാതികമായ വരുമാനം എനിക്ക് ലഭിക്കും. ഞാൻ 1 കോടി രൂപയുടെ ബിസിനസ് ടേൺ ഓവർ ചെയ്തു, അതിന് ആനുപാതികമായ വരുമാനം ലഭിക്കും. സോ വരുമാനം കിട്ടുക എന്നുള്ളതിന് ഒരു പരിധിയും ഈ സിസ്റ്റം വച്ചിട്ടില്ല. ബിസിനസ് വോളിയം കൊടുക്കാൻ നമ്മൾ കപ്പാസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ, ബിസിനസ് വോളിയം കൊടുക്കുന്നതിന്, ഇൻഡിവിജ്വൽ പെർഫോമൻസിലൂടെ കൊടുക്കുന്നതിന് എപ്പോഴും എവിടെയും പരിമിതികളുണ്ട്. നമ്മൾ ഒറ്റയ്ക്കായിട്ട് ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു, നമ്മൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്കാലവും നമ്മൾ മാത്രമാണെങ്കിൽ ഒരു ദിവസം പനിയായിട്ട് നമ്മളൊന്ന് വീട്ടിൽ കിടന്നാൽ മതി, അന്നത്തെ ദിവസം ഒരു ആക്ടിവിറ്റിയും നമ്മുടെ ബിസിനസ് നടക്കില്ല. എന്നാൽ ആ ബിസിനസ് നടക്കുമ്പോൾ ഒരു ടീം വർക്കിലൂടെയാണ് നമ്മൾ നടത്തിയതെങ്കിൽ അവിടെ 10 ദിവസം നമ്മൾ വെക്കേഷന് പോയാലും ആ ടീം ആ ബിസിനസിന്റെ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. സോ നമ്മൾ എവിടെയാണോ എന്താണോ അതൊന്നും നമ്മളെ ബാധിക്കാത്ത രൂപത്തിൽ നമ്മുടെ വരുമാനം ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് മാറണമെങ്കിൽ അതിനാവശ്യമായ ഒരു പൈപ്പ്, ഒരു ടാപ്പ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. ആ ടാപ്പ് ഒന്ന് തുറന്നു വെക്കണം, അതിലൂടെ ഇങ്ങനെ വരുമാനം വരാൻ തുടങ്ങും. ആ ടാപ്പ് എന്താണ്? നമ്മുടെ ടീമാണ്. ആരാണ് ടീം? ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങളാണ് ടീം. എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ്? അതിൽ മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, ഉപ്പുണ്ട്, നാട്ടുചക്കരയുണ്ട്. മില്ലറ്റുകളെല്ലാം റോ ഫോമിലുണ്ട്. മില്ലറ്റുകളുടെ പൊടികൾ എല്ലാം അവൈലബിൾ ആണ്. ഒരു പ്രിസർവേറ്റീവ് ചേർക്കാത്ത നാച്ചുറലായി തയ്യാറാക്കിയ അരിപ്പൊടിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, റോൾഡ് ഓട്സ് ഉണ്ട്, സ്റ്റീൽ കട്ട് ഓട്സ് ഉണ്ട്. മില്ലറ്റുകൾ നിർമ്മിച്ച അവലുകളുണ്ട്, വിവിധ തരം മില്ലറ്റുകൾ നിർമ്മിച്ച വിവിധ തരം അവലുകൾ, മില്ലറ്റ് കൊണ്ട് നിർമ്മിച്ച റോസ്റ്റഡ് സ്നാക്സ് ഉണ്ട്, അത് ചോളം കൊണ്ട് നിർമ്മിച്ച റോസ്റ്റഡ് സ്നാക്സ് ഉണ്ട്, മക്കായി കോക്ക്. കോഡോ മില്ലറ്റ് കൊണ്ട് നിർമ്മിച്ച റോസ്റ്റഡ് ഫ്ലോർ ഉണ്ട്, റോസ്റ്റഡ് സ്നാക്സ് ഉണ്ട്, അത് മിലോ കോക്ക്. മില്ലറ്റ് കൊണ്ട് നിർമ്മിച്ച റസ്ക് ഉണ്ട്.
ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഈ സിസ്റ്റത്തിലുണ്ട്. ഇതെല്ലാം AKF-IPL എന്ന കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ പോലും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ്. നമ്മൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ആണ്. നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കേണ്ട ഐറ്റംസ് ആണ്. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ഐറ്റംസ് ആണ്. അത് വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കേണ്ട ഐറ്റംസ് ആണ്. ഒരിക്കലും ഒരു മെറ്റീരിയൽ സാച്ചുറേഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് മോഡലാണ് AKF-IPL എന്ന സിസ്റ്റം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരിക്കൽ വാങ്ങി അത് ഉപയോഗിച്ച് കഴിഞ്ഞു, വീണ്ടും വാങ്ങിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ലോകം ഉള്ളിടത്തോളം കാലം, മനുഷ്യജീവൻ ഉള്ളിടത്തോളം കാലം, മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നിടത്തോളം കാലം ഈ സിസ്റ്റം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഇതൊരു ബിസിനസ് ആയിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിലൂടെ നമ്മൾ എത്ര വലിയ വരുമാനം നേടുന്ന ആളുകളായി മാറണമെന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ? അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ചിട്ടവട്ടങ്ങൾ ഒരുക്കുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനുള്ള ഹോംവർക്കുകൾ നടത്തുകയും അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒരു ടീം സപ്പോർട്ടോട് കൂടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഖജാന ടോക്കണിന്റെ ഇമ്പോർട്ടൻസ്. എന്താണ് ഖജാന ടോക്കണിന്റെ ഇമ്പോർട്ടൻസ്? ഒരു വർഷം എംപ്രോ ഗോൾഡ് കഴിച്ച് എല്ലാവരും ആരോഗ്യപരമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരാണ്. 2026 നവംബർ 1 ആകുമ്പോൾ 10 ലക്ഷം ആൾക്കാരെ ജീവിതശൈലി രോഗമുക്തമാക്കി കേരളത്തിന് സംഭാവന ചെയ്യുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഖജാന ടോക്കണിന്റെ ഡിസൈനിങ് നടന്നിരിക്കുന്നത്. എന്താണ് ഖജാന ടോക്കണിൽ സംഭവിക്കുന്നത്? എംപ്രോ ഗോൾഡ് അതൊരു മാസം വാങ്ങണമെങ്കിൽ 700 രൂപയാണ് ചെലവ്. 700 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ആണ്. ഒരു ദിവസം രാവിലെ 10 ഗ്രാമും വൈകിട്ട് 10 ഗ്രാമേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ഗ്രാമിന് 1 രൂപയാണ് അപ്പോൾ ചെലവ് വരിക. അതായത് രാവിലെ കഴിക്കാൻ ഒരു 10 രൂപ, വൈകിട്ട് കഴിക്കാൻ ഒരു 10 രൂപ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും എല്ലാ പോഷകങ്ങളും സമീകൃതമായി ലഭിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ 10 രൂപ മതി എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തോന്നുന്ന വസ്തുത തന്നെയാണ്. കാരണം ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഇന്ന് 12 രൂപയും 15 രൂപയും 20 രൂപയും കൊടുക്കണം. ഇവിടെ കേവലം 10 രൂപയ്ക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ ആളുകൾ തയ്യാറാകും. അത് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുമ്പോൾ 20 രൂപ മാത്രമാണ് ഒരു ദിവസം ചെലവ് എങ്കിൽ 35 ദിവസം ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ഒരു എംപ്രോ ഗോൾഡ് എന്ന പാക്കറ്റിലൂടെ നമുക്ക് ലഭിക്കും. 700 രൂപയാണ് അതിന്റെ കോസ്റ്റ്. അങ്ങനെ 12 മാസം ഉപയോഗിക്കണമെങ്കിൽ 700 × 12 8400 രൂപ സ്പെൻഡ് ചെയ്യണം. 8400 സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഖജാന ടോക്കൺ എന്ന സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ പണം മുടക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു വർഷത്തെ എംപ്രോ ഗോൾഡ് വാങ്ങാനുള്ള തയ്യാറെടുപ്പ് വെറും 7000 രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് സ്വന്തമാക്കാം. അവിടെ സിസ്റ്റം നമുക്ക് വേണ്ടി ഒരു ടോക്കൺ അലോട്ട് ചെയ്തു തരും. ഈ ടോക്കണെ 5 ക്ലസ്റ്ററിലൂടെ കടത്തിവിടുമ്പോൾ 22,300 രൂപ ഈ സിസ്റ്റം നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. അവിടെ എന്താണ് കസ്റ്റമർക്കുള്ള ഗുണം? 8400 രൂപയ്ക്ക് ഓരോ മാസവും വാങ്ങി 8400 രൂപയ്ക്ക് വാങ്ങേണ്ട ഉൽപ്പന്നത്തെ വെറും 7000 രൂപ കൊണ്ട് സ്വന്തമാക്കാൻ സാധിക്കും. മാസത്തിൽ ഒരു എംപ്രോ ഗോൾഡ് വീതം സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അത് കൊറിയറിൽ വേണമോ? കൊറിയറിൽ വരാനുള്ള സംവിധാനമുണ്ട്. അത് നേരിട്ട് വാങ്ങാമോ? വാങ്ങാനുള്ള സംവിധാനമുണ്ട്. അത് ടീം വർക്കിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെ വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഇപ്പോ സിസ്റ്റത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നം നമുക്ക് കിട്ടുന്ന മെത്തേഡിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട. ഉൽപ്പന്നം കിട്ടിയാൽ അത് ഉപയോഗിച്ച് തീരുമെന്ന കാര്യത്തിലും നമുക്ക് യാതൊരു സംശയവുമില്ല. എങ്കിൽ 12 മാസം എംപ്രോ ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ എത്ര മാറ്റം വരുന്നുണ്ട്? അതിനുവേണ്ടി കേവലം 7000 രൂപ മാത്രമേ നമുക്ക് മുടക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് വൺ ടൈം മുടക്കുന്നു. ഇവിടെ ഹോസ്പിറ്റൽ ബില്ലിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ 7000 അല്ല, 70,000 അല്ല, 7 ലക്ഷമല്ല, 70 ലക്ഷം വേണ്ടി വന്നാൽ അത് എവിടെ നിന്നും സംഘടിപ്പിച്ച് പെട്ടെന്ന് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അതിൽ നിന്ന് 1 രൂപ പോലും നമുക്ക് തിരിച്ചു വരുമാനമായിട്ട് ലഭിക്കില്ല എന്നുള്ള സത്യത്തെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം. ഇവിടെ 7000 രൂപ മുതൽ മുടക്കുമ്പോൾ സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന ആ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ അനുസരിച്ച് ചെറിയ ഒരു ലാഭവിഹിതം 5 ക്ലസ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ 22,300 രൂപ നമ്മളിലേക്ക് വരുമാനമായിട്ട് തിരിച്ചു വരും. അപ്പൊ 7000 രൂപ മുതൽ മുടക്കി 12 മാസത്തെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വരുമാനമായിട്ട് 22,300 രൂപ തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് മോഡൽ എത്രമാത്രം പവർഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കുക. സോ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഏറ്റെടുക്കാനും മില്ലറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമ്മുടെ ആരോഗ്യം നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം.
ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. 1.5 വയസ്സിന് മേലെ പ്രായമുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് എംപ്രോ ഗോൾഡ്. 9 മില്ലറ്റുകളും ബദാമും കാഷ്യൂനട്ടും ബാർലിയും മുതിരയും ചെറുപയറും കപ്പലണ്ടിയിലും മാത്രമേ ഈ എംപ്രോ ഗോൾഡിന് ചേരുവയായിട്ടുള്ളൂ. അത് കഴുകി, പുഴുങ്ങി, ഉണങ്ങി, പൊടിച്ച് വറുത്തെടുത്തിരിക്കുകയാണ്. ഒരു പ്രിസർവേറ്റീവ് പോലും അതിൽ ആഡ് ചെയ്യപ്പെട്ടില്ല. 100% കെമിക്കൽ ഫ്രീ ആണെന്ന് അടിവരായിട്ട് പറയാൻ പറ്റുന്ന ഉൽപ്പന്നം. 6 മാസമാണ് ഒരു എംപ്രോ ഗോൾഡിന്റെ കാലാവധി. സോ ഉപയോഗിച്ചാൽ ഒരൊറ്റ മാസം കൊണ്ട് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ മാസവും ഒരു എംപ്രോ ഗോൾഡ് നമ്മുടെ കയ്യിൽ വരും. ആ എംപ്രോ ഗോൾഡ് കൃത്യമായി ഉപയോഗിച്ചു തീർക്കുക, ആരോഗ്യം നന്നാക്കുക. സോ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.